ഹലോ, ഇന്ന് നമുക്കൊരു ചീസ് റോൾ ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 പൊട്ടറ്റോ വേവിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചിട്ട് അതിനകത്തോട്ട് ഒരു സവാള ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളകും ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റിന് 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. ആദ്യം എനിക്ക് കൈ പുകഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് ഗ്ലൗസ് ഇട്ട്. നിങ്ങളും എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈയൊക്കെ പുകഞ്ഞിതാവും. ആദ്യം ബോൾസൊക്കെ ആയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നല്ല പുകച്ചിലുണ്ട്, പച്ചമുളക് നല്ല കൂടിയൊന്നും വേണ്ട. അത് നമുക്കിങ്ങനെ ചെറിയൊരു ഹോള് പോലെ ആക്കിയെടുക്കാം. ഗ്ലൗസിലാണെങ്കിലും എണ്ണ തൂത്തിട്ട് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. കിഴങ്ങായതുകൊണ്ടായിരിക്കാം. എന്നിട്ട് നല്ല എല്ലാം ആ ഒരു ഹോൾ ചെറിയൊരു ബോൾസ് പോലെ ആക്കിയിട്ട് അതിനകത്തൊരു ഹോളിട്ട് ഇങ്ങനെ വെച്ചപ്പം പിന്നെ അതിനകത്തോട്ട് ചീസ് വെക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഷ്രെഡഡ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയുള്ള ചീസാണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എൻ്റെ കയ്യിൽ ഷ്രെഡഡ് ആയതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ കുറച്ച് ഇതാക്കുമ്പോൾ, കാരണം എല്ലായിടും താഴെ വീണ് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കറക്റ്റ് നമുക്ക് അതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞാൻ അതിനകത്ത് ഫില്ല് ചെയ്ത്, പിന്നെ 2 സൈഡും അകത്തോട്ട് ആദ്യം നമുക്ക് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് ചീസ് അകത്തോട്ട് പ്രസ് ചെയ്താക്കിയതിന് ശേഷം 2 സൈഡ് ഇതാക്കിയിട്ട് പിന്നെയും ബോൾസ് പോലെ ഉരുട്ടിയെടുത്തു. ചീസ് ഇങ്ങനെ ഷ്രെഡഡ് ആയിട്ട് സൈഡിലോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ക്യൂബ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. അങ്ങനെ നല്ല രീതിയിൽ നമ്മളെല്ലാം ഉരുട്ടിയെടുത്ത് മാറ്റിയിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവർ വെള്ളം വരുന്ന ഒത്തിരി തിക്കാകാത്ത രീതിയിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾസ് ഈ മൈദയുടെ കൂട്ടിനകത്ത് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഓരോന്നും അങ്ങനെ മൈദയുടെ കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി അങ്ങനെ എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് കുറച്ച് നേരത്തേക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഇതൊന്ന് ആ ടൈം ആകുമ്പോഴത്തേക്കും റെഡി ആവില്ല. അപ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് അതിനകത്തോട്ട് എല്ലാം പിടിച്ചിരിക്കാൻ വേണ്ടി. പിന്നെ നോമ്പ് തുറക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് എടുത്തെല്ലാം ഫ്രൈ ചെയ്തെടുത്തത്. ആദ്യം ഇട്ടത് അതിൻ്റെ അടുപ്പിൻ്റെ അപ്പുറത്ത് വേറൊരു സാധനം വരുന്നതുകൊണ്ട് കരിഞ്ഞു പോയി. പിന്നെ രണ്ടാമത് കുറച്ചുകൂടെ സൂക്ഷിച്ചൊക്കെ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ഇത് പിന്നെ ചീസ് വലുതായിട്ടില്ലാത്തതുകൊണ്ട് നല്ലതായിട്ട് ചീസി ആയിട്ട് വലിഞ്ഞ് വന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ